ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലെ. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിനും ഇറാനും ഇടയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം? നമുക്കതിനെ രണ്ടായി വേർതിരിക്കാം. ഒന്നാമതായി മതപരമായ കാരണങ്ങൾ, രണ്ടാമതായി രാഷ്ട്രീയപരമായ കാരണങ്ങൾ. 1979 ഇറാനിൽ ഷാ മുഹമ്മദ് റാസയുടെ കീഴിലുണ്ടായിരുന്ന ഭരണകൂടത്തെ അയത്തുള്ള കൊമീനിയുടെ നേതൃത്വത്തിലുള്ള മതവാദികൾ പിടിച്ചെടുക്കുന്നതും ഇറാനെ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതും. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട ആ കാലം മുതൽ തന്നെ ഇസ്രയേൽ എന്നത് ഒരു രാജ്യമായി അംഗീകരിക്കുവാൻ ഇറാൻ തയ്യാറായിരുന്നില്ല. പകരം പാലസ്തീൻ്റെ മണ്ണിൽ കടന്നുകൂടിയ വിദേശ ശക്തികളായിട്ടാണ് അവർ ഇസ്ലാമിക് ലോകത്ത് ഇസ്രയേലിനെ കണക്കാക്കി പോന്നിരുന്നത്. എന്നാൽ മറുഭാഗത്താകട്ടെ താങ്കളുടെ രാജ്യത്തിൻ്റെ മുഖ്യ ശത്രുക്കളായിരുന്നു ഇറാനെ ഇസ്രയേലും കണ്ടിരുന്നത്. രണ്ടാമത്തെ മുഖ്യ പ്രശ്നം ആണവായുധങ്ങൾ തന്നെയാണ്. ഇസ്രയേൽ വിശ്വസിക്കുന്നത് ഇറാൻ എന്നെങ്കിലും ആണവായുധങ്ങൾ വികസിപ്പിക്കുകയാണെങ്കിൽ അവർ അത് ഉപയോഗിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ, ഒരു ആണവ യുദ്ധത്തിലേക്കൊക്കെ പോകുകയാണെങ്കിൽ പൂർണ്ണമായും ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ ഇസ്രയേലിനെ നീക്കം ചെയ്യുവാൻ കെൽപ്പുള്ളതാണ് എന്ന് വല്ലാത്ത രീതിയിൽ ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഫലമായി വിവിധ തരത്തിലുള്ള പ്രതിരോധങ്ങൾ കാലങ്ങളായി തന്നെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഇറാനെതിരെ ഉണ്ടാകുന്നുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്റ്റസ്നസ് വൈറസ് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ ആണവ ശേഖരങ്ങൾക്ക് മുകളിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, കൂടാതെ ഇറാനിലെ വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ കൊലപാതകം, അങ്ങനെ പല കാര്യങ്ങളും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുമുണ്ട്. മൂന്നാമതായി ഇവർക്കിടയിൽ നിലനിൽക്കുന്ന പ്രശ്നം ഇസ്രയേലിന് മുകളിൽ കാലങ്ങളായി ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോക്സി യുദ്ധങ്ങളാണ്. ലെബനനിൽ അവർ ഹിസ്ബുള്ളയുടെ സഹായത്തോടു കൂടി, ഗാസയിൽ ഹമാസിനെ ഉപയോഗിച്ചുകൊണ്ടും, സിറിയയിലും ഇറാഖിലും അനേകം മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ കൂടി സഹായത്തോടു കൂടി നിരന്തരമായി ഇസ്രയേലിന് മുകളിൽ ഇറാൻ പരോക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇതിനെയാണ് പ്രോക്സി വാർ എന്ന് വിളിക്കുന്നത്. ഇതിന് പകരവും ശക്തമായ പ്രതിരോധം ഇസ്രയേൽ നടത്തുന്നുമുണ്ട്. ഉദാഹരണത്തിന് 2023 ഹമാസ് ഇസ്രയേലിന് മുകളിൽ നടത്തിയ ആക്രമണം കൂടെ അത് ഇറാൻ്റെ പിന്തുണയോടുകൂടി ആയിരുന്നു എന്നാണ് ഇസ്രയേൽ വിശ്വസിച്ച് പോരുന്നത്. അങ്ങനെയുള്ള ഈ മൂന്ന് കാര്യങ്ങളാണ് ഇസ്രയേലിനും ഇറാനും ഇടയിലുള്ള വൈരാഗ്യത്തിൻ്റെ പ്രധാന കാരണം. ഒന്നാമത്തെ കാരണം തീർച്ചയായിട്ടും മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. രണ്ടാമതായിട്ടുള്ളതാകട്ടെ, ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നതിനെ ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മൂന്നാമതാകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേലിന് മുകളിൽ ഇറാൻ നടത്തുന്ന ഈ പ്രോക്സി യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ 2023 ഹമാസ് നടത്തിയിട്ടുള്ള ആ ഒരു ആക്രമണം മാത്രമല്ല ഉള്ളത്. 2021 2022 അതിനു മുമ്പുള്ള വർഷങ്ങളിലും ഇസ്രായേൽ എന്ന രാജ്യത്തിന് മുകളിൽ അനേകം ഇതുപോലുള്ള പ്രോക്സി വാറുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇതിന് പറയുന്ന ന്യായം, താങ്കളുടെ രാജ്യത്തെ സോവേറിനിറ്റി, പരമാധികാരത്വമൊക്കെ സംരക്ഷിക്കുവാനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളതാണ് ഈ തിരിച്ചടികൾക്ക് ഇസ്രായേൽ നൽകുന്ന ന്യായവാദമായിട്ട് അവർ പറയുന്നത്. സോ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ചെറിയ ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് ഡെഫിനറ്റ്ലി പറയുക. അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.